ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 77 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ആദ്യം തന്നെ കുറച്ച് ഫസ്റ്റ് കമന്റ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും അവരൊന്ന് മൈൻഡ് ചെയ്തേക്ക്. പാവങ്ങൾ ഫസ്റ്റ് ഇട്ടതല്ലേ. ചേട്ടന്റെ ചിരിയാണ്, നല്ല രസമാണ്. എടാ, ഇതെല്ലാ കമന്റിലും ഇങ്ങനെ ഒന്ന് പറയലടേ, എനിക്ക് നാണാടേ. ചേട്ടാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ലൈൻ സെറ്റായി. ശരിക്കും തെറ്റായോ? ഉറപ്പായിട്ടും ഞാനൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാലോ. ബ്രോ, എനിക്ക് ബ്രോയുടെ വീഡിയോ സബ് ചെയ്തതിന് ശേഷം ന്യൂ ഫോൺ കിട്ടി. കണ്ടാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1-2 അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കണ്ടോണ്ടിരുന്നു. മാറോ JEE അഡ്വാൻസ്ഡ് എക്സാം സ്റ്റിൽ വാച്ചിങ് യുവർ വീഡിയോ. ഞാൻ പോയിരുന്ന് പഠിക്കടാ, വീഡിയോ ഒക്കെ പിന്നെ കാണാം. ശരത് ചേട്ടന്റെ ഡാൻസ് ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് അഡ്മിഷൻ. ശരിക്കും? ഇവിടെ QR കോഡ് കൊടുക്കാം, സ്കാൻ ചെയ്ത പൈസ ആക്കി. ഏട്ടാ, ചേട്ടൻ ആർക്കെങ്കിലും ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലടേ, ഞാൻ ആർക്കും വോട്ടൊന്നും ചെയ്യാറില്ല. എനിക്ക് അതിൽ ആരും ഇഷ്ടമല്ല. ഈ സ്പെക്സ് വെച്ചപ്പോൾ ഹാൻസം ആയിട്ടുണ്ട്. ശരിക്കും അത് ഞാൻ ദൂരമില്ല. ഇനി യുവർ വേ ഓഫ് റിവ്യൂവിംഗ് ബിഗ് ബോസ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് ഫണ്ണി. ഐ വാച്ച് യുവർ വീഡിയോസ് മോർ ദാൻ ബിഗ് ബോസ് എപ്പിസോഡ്. ബിഗ് ബോസിലെ ക്രൂ കേക്കടാ, ഓഡിഷൻ പുറത്താക്കിയില്ല നിങ്ങൾ. യു ആർ വെരി വൈബിംഗ് പേഴ്സൺ ആൻഡ് സ്മാർട്ട് ബോയ്സ്. റിയലി? എന്നൊക്കെ ആയിട്ട് 1-2 പേരുടെ ബർത്ത്ഡേ വിഷസ് കണ്ടു. അപ്പൊ ഈ കമന്റ് ഇട്ടവർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേട്ടന്റെ ഒബ്സർവേഷൻസ് ഒക്കെ പൊളിയാണ്. എല്ലാ എപ്പിസോഡിലും ടെക്നിക്കാലിറ്റിനെ കുറിച്ച് സംസാരിക്കാനാണേലും ഡാൻസ് ആണേലും ആ ചിരി ആണേലും എല്ലാം ഭയങ്കര എന്റർടൈനിങ് ആണ്. എനിക്കിങ്ങനെ പുകഴ്ത്തല്ലേ, എനിക്ക് ഞാൻ പൊന്തിപ്പോട്ടാ. താന്നൊരാൻ ചെയ്യും. സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. സോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ. എന്തുവാടാ നീ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ? അപ്പൊ സംസാരിച്ച സമയം കളയുന്നില്ല, നേരെ റിയാക്ഷനിലേക്ക് പോവാം. ലാലേട്ടൻ വരുന്നതിന് ഒരു ഫേക്ക് കയ്യടിയേ. എന്തുവാടേ ബിഗ് ബോസ് ഇത്? ഇന്നെങ്കിലും ഓഡിയൻസ് കറക്റ്റ് ടൈമിൽ കൈ അടിക്കുമെന്ന് നോക്കാം. അടിച്ചില്ല. ഇന്ന് കൊറേ ഓഡിയൻസ് ഉണ്ടല്ലോ പുതിയത്. ഞാൻ കൊറേ പുതിയ ആൾക്കാർ ഉദ്ദേശിച്ച. കണ്ണനാണോ ഷായാണോ? കണ്ണനല്ല ഇത്. അല്ലെങ്കിൽ വേണ്ട, അത് ഞാൻ പറയില്ല. ആക്കി തരാൻ പറഞ്ഞു. ജാക്കിയുടെ ലുക്ക് ഉണ്ട്. കൽപ്പന ചെയ്യുന്നത് കാണണോ? ഇപ്പൊ ലാലേട്ടൻ പറയാണ്, സായി നീ കോലത്തിൽ എത്തിക്കാൻ ഇവര് കഷ്ടപ്പെട്ട വീഡിയോ കാണണോ? സായി വേണ്ട. ബാക്കിയുള്ളവർ കാണണം കാണണം കാണണം. സായി, നിനക്കൊക്കെ എന്തിന്റെ സുഖടാ? അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. ആഹാ, മുടുക്കനായി. സിജോയ്ക്ക് മുടി വെട്ടാനൊക്കെ അറിയാം. ഇപ്പൊ ലാലേട്ടൻ സിജോനോട് ഇരിക്കണം, സിജോന് മുടി വെട്ടാൻ അറിയോ? എങ്ങനെയൊന്നുമില്ല ലാലേട്ടാ, ഇവരുടെ തലയൊക്കെ വെച്ച് അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് പഠിക്കുക. കാലുവേദന എങ്ങനെയുണ്ട്? അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോ കാലുവേദനയുടെ മരുന്ന് കഴിക്കാറുണ്ടോ? ജിൻഡോ കഴിക്കാറുണ്ട്. ലാലേട്ടൻ, നീ കഴിക്കാറില്ല എന്നാണല്ലോ അവര് പറഞ്ഞത്. ആദ്യം കഴിച്ചില്ല, ഇപ്പൊ കഴിക്കുന്നുണ്ട്. സത്യം. ജിൻഡോയ്ക്ക് ഇഷ്ടമുള്ള മരുന്ന് പുള്ളി എടുത്ത് ചോദിക്കും, എന്നിട്ട് പുള്ളി അത് ജിൻഡോ ചെന്നിട്ട് ഡോക്ടറിനോട് പറയും, ഡോക്ടർ എനിക്ക് ആ മരുന്ന് മതി, അതല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. അപ്പൊ ഡോക്ടർ അത് കൊടുക്കില്ല, വേറെ മരുന്ന് കൊടുക്കും. അപ്പൊ ജിൻഡോ അത് കഴിക്കില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ചെറിയ പ്രായത്തിൽ കാലുവേദനയൊക്കെയാണോ? കാലുവേദന അങ്ങനെയല്ല, ചെറുതായിട്ട് മുട്ടുവേദന. അവിടെ ജിൻഡോ അങ്ങനെ കാലുവേദന ഒന്നുമില്ല, ചെറിയൊരു മുട്ടുവേദന. മുട്ട എന്ന് പറയുന്ന കാലിലുള്ള സാധന. കിട്ടിയാ നന്ദനെ ശ്വാസം കിട്ടിയാ? ഇഷ്ടം പോലെ കിട്ടില്ല ലാലേട്ട, ഇഷ്ടം പോലെ. ഊതിയാലും ജയിക്കില്ലെന്ന് അറിഞ്ഞിട്ടും അത് ഊക്കിയതാണ്. ഇതിൽ തന്നെ അർജുൻ സൂപ്പർ ആണല്ലോ. എന്താ ഈയടി. ഈ വീക്കിലെ ബെസ്റ്റ് ടീമായിട്ട് നെസ്റ്റ് ടീമിനെ തെരഞ്ഞെടുത്തു. നല്ല പ്രാസം. ബെസ്റ്റ് നെസ്റ്റ്. അങ്ങനെ മറ്റേ ഫുഡ് അടിക്കാനുള്ള വൗച്ചറും കിട്ടിയ എല്ലാവർക്കും. പോയിന്റ് കൊടുത്തത് ഋഷിക്കാണല്ലേ? അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ഈ ബോണസ് പോയിന്റ് ആർക്ക് കിട്ടിയ? ഋഷിക്കാണോ? ഋഷി എങ്ങനെ കിട്ടിയത്? ഫസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി സത്യം പറഞ്ഞ. എനിക്ക് തന്ന ആണോ? കൺഫ്യൂസ്ഡ് ആയാ? ശൂന്യമായി പോവാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടായില്ല. ഓസിനോ എന്റെ എന്താ ഡയലോഗ്? ഓസിന് ഞാൻ തരില്ല എന്നൊക്കെ. ആള് കൊണ്ടുപോകുന്നതിൽ ഇപ്പൊ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. മുഖം കണ്ടറിയാ ഒട്ടും വിഷമില്ലാണ്ട് സന്തോഷത്തോടെയാണ് അത് കൊടുത്തേന്ന്. കഷ്ടപ്പെട്ട് കളിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഋഷിക്ക് അപ്പൊ ഈ ഓസിൻ എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയോ എന്നൊരു സംശയം. അപ്പൊ ഋഷി, ലാലേട്ടൻ ഞാനത് കൊളോക്കിയലായിട്ട് പറഞ്ഞതാ. ഞാൻ അങ്ങോട്ട് 13 വീക്കിലൊക്കെ നോക്കിയപ്പോ 13th വീക്ക് നോക്കിയിട്ട് കൊടുത്തു. അതെങ്ങനെയാ നിനക്കറിയണേ? സെയിം ഡയലോഗ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെ അർജുൻ ബി ലൈക്ക്, മോശം ലാലേട്ട ഭയങ്കര മോശം, അത്രയും മോശമായിട്ടുള്ള വാക്കാണ് ഋഷി ഉപയോഗിച്ചത്. പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ കൊടുത്തു.
എനിക്ക് വേണ്ടി പറഞ്ഞ ഒരൊറ്റ വ്യക്തി അഭിഷേകാണ് ആ സമയത്ത്. ഋഷി ബി ലൈക്ക് ലാലേട്ട ഇവർക്ക് രണ്ടുപേർക്കും എനിക്ക് തരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നത് നമ്മുടെ അഭിഷേക. എന്നാ എനിക്ക് വേണ്ട, നീ വെച്ചോന്നുള്ളൂ, അല്ല എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞ അഭിഷേക് ബി ലൈക്ക് ഞാൻ കൊടുത്ത ലാലേട്ട അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവനെടുത്ത് എനിക്ക് തന്നാലോ. എന്താ സ്നേഹം ഒരു തമ്മിൽ. ഇവൻ ആ പ്യുവർ സോളാണ്. അപ്പൊ ഋഷി പ്യൂവർ ആണോ? അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്താ ഇമ്പ്യൂറാ? ആനന്ദ കണ്ണീരാണോ വിഷമാണോ? അൻസിബ പറ, ഈ സമ്മാനം കിട്ടിയ ശേഷം ഋഷിക്ക് എന്താ പറ്റിയേ? കണ്ണിന്ന് ടിയർ ഡ്രോപ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഓ ശരി, ഋഷി അവിടെ വന്ന് ഇങ്ങനെ കരയായിരുന്നു. പാവം ഋഷി. ഒരു സ്നേഹമോ പരിഗണനയോ എന്നിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അൻസിബ പറയാണ്, ഇവിടെ ഋഷിക്ക് ഒരു സ്നേഹവും പരിഗണനയൊക്കെ കൊടുത്ത ഒരാള് ഞാനല്ല ലേട്ടാ. ആണോ? അത് വേറെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഓ അതൊക്കെ കൊടുത്താ. വേറെ ആരും പാവം ഋഷിയെ സ്നേഹിക്കാനില്ല. ജാസ്മിൻ വിട്ടുകൊടുത്തതിനെ കുറിച്ചുള്ള അഭിപ്രായം? അതിപ്പോ ലാലേട്ടൻ അൻസിബനോട് ചോദിച്ചു, അൻസിബ നമ്മുടെ ജാസ്മിൻ വിട്ടുകൊടുത്തതിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ജാസ്മിൻ എന്തായാലും ഈ 4 പേരിൽ മെജോറിറ്റി ഇല്ല എന്നുള്ള കാര്യം ജാസ്മിൻ ഉറപ്പായിട്ടും. ചില സമയത്ത് വിട്ടുകൊടുക്കാന്നുള്ളതും വിജയമാണ്. വിട്ടുകൊടുക്കാനൊക്കെ തുടങ്ങി, ശരിയാ. ഉണ്ടെങ്കിൽ അത് വോട്ടുകളായി വരും എന്നാണ് ജാസ്മിൻ ചിന്തിച്ചിട്ടുള്ളതെന്നാണ്. അത് ഇമേജ് വർദ്ധിപ്പിക്കാനാണോ വോട്ട് കൊടുക്കാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് കിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇതിനെപ്പറ്റി ഞങ്ങളുടെ കമന്റ്സും അറിയുന്നുണ്ടായിരുന്നു. അതായത് ഇവർ പറയുന്ന പല കാര്യങ്ങളും. സിജു പറ, ഋഷിക്ക് ഇത് കിട്ടിയതിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് 21 പോയിന്റ് ആണല്ലോ, അപ്പൊ 20 പോയിന്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 21 പോയിന്റ് ആയ അഭിഷേക് മാറി നിൽക്കുന്ന ഏത് ഗെയിമിൽ? ഞാൻ 2 ഗെയിമിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം. അല്ല സിജു, ഋഷിക്ക് കിട്ടിയതിനെ പറ്റിയല്ല ചോദിച്ചത്, നീ എന്തിനാ അഭിഷേകിനെ പറ്റി പറയണേ? ഋഷിക്ക് കിട്ടിയതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജിൻഡ് പറ, ഋഷിക്ക് പറ്റിയതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം ലേട്ടാ. ഋഷിനെ കിട്ടിയത് നല്ലതാണോ? ഇപ്പം അൻസിത പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നില്ല. നോറേറ്റ് എന്നിട്ട് അൻസിത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് നമുക്കറിയാലോ. കഴിഞ്ഞ ആഴ്ച അൻസിബ നോറയ്ക്കെതിരെ വീട്ടുകാരുടെ കാര്യം എടുത്തിട്ട് അവളുടെ പ്ലാൻ പൊളിച്ച്. അതിന്റെ ദേഷ്യം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ജാസ്മിൻ എത്രയോ നൂറ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണ, ജാസ്മിന് മാറ്റം വന്നാ അത് ഗബ്രി പോയോണ്ടായിരിക്കും. പോവരുത് വിചാരിച്ച ഒരു നല്ല ഇന്റൻഷനിൽ അവള് ചെയ്ത കാര്യം അത് എന്റെ പൊന്നു എന്താലേ. ഇന്നലെ ജാസ്മിൻ പറഞ്ഞോളൂ ഞങ്ങളുടെ കോംബോ വരുന്നു, അപ്പോഴേക്കും കോംബോ വന്നാ. അയാൾക്കൊരു മാല ഇട്ടിട്ട് അയാൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അത് കഴിഞ്ഞൊരു ടാസ്ക് ആയിരുന്നു, വേറെ ഒന്നല്ല, മാലയോഗം. അതായത് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോ നിങ്ങൾക്ക് ഉണ്ടായ ഒരാളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അയാൾ ടോപ്പ് 5 എത്തുമെന്ന് നിങ്ങൾക്ക് ഒരു തോട്ട് ഉണ്ടാവും. അപ്പൊ അയാൾ എങ്ങനെയാണ് മാറിയതെന്നും ഇനി എങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാൽ ടോപ്പ് 5 എത്തുമെന്നും മാല ഇട്ട ശേഷം പറയുക. ഫൈനൽ വരെ എത്തുന്ന ആൾക്കാരുടെ കഴുത്തിൽ മാല ഇടാനാണ് പറഞ്ഞത്. ജാസ്മിൻ നേരെ അപ്സരയുടെ കഴുത്തിൽ മാല ഇട്ട്. അപ്സരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അർജുൻ മാലയിട്ടത് നമ്മുടെ ജിൻഡപ്പനാണ്. ജിൻഡപ്പന് മാലയിട്ടിട്ട് അർജുൻ പറഞ്ഞു, ജിൻഡു ഇവിടെ മോശം വാക്കുകൾ പ്രയോഗിക്കുന്നതിന്റെ പേരിൽ പുറത്തായതായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ശേഷം പുള്ളി അതൊന്നും പ്രയോഗിച്ചിട്ടില്ല. സോ അതൊരു നല്ല മാറ്റമാണ്. മാത്രമല്ല കുറച്ചും കൂടി ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പുള്ളി ടോപ്പ് 5 എത്തുമെന്നാണ് അർജുന്റെ നിഗമനം. കാരണം കൂടെ പറയാം, നന്ദന വന്നപ്പോ സിജു ഉപദേശിച്ചു എന്ന്, നീ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ നന്ദന ഉപദേശം സ്വീകരിച്ചു നന്നായി എന്നാണ് സിജ പറയണേ. നിന്റെ കുറച്ച് വാക്കുകളിലും നിന്റെ കുറച്ച് പ്രവർത്തികളിലൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവനാരെല്ലാവരും ഉപദേശിക്കാൻ? ഇവനാണ് ബിഗ് ബോസ്. അന്നും മാലിട്ട് ഇന്നും മാലിട്ട് അഭിഷേക് മാലിട്ട് കൊടുത്ത് നമ്മുടെ ഋഷിക്കാണ്. അപ്പൊ അഭിഷേക് പറയുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ടാർഗറ്റ് ചെയ്തത് നമ്മുടെ ഋഷീനെ ആയിരുന്നു. പക്ഷെ ഋഷീനെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടപ്പോഴാണ് ഋഷി പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഇപ്പൊ ശബ്ദം ഉയർത്തുന്നുണ്ടെന്നൊക്കെയാണ് അഭിഷേക് പറയണത്. എപ്പോഴാണ് അവ ശബ്ദം ഉയർത്തിയത്? ഞാനൊന്നും കേട്ടിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഋഷി ജിൻഡപ്പിന് പിന്നെ മാലിട്ട് കൊടുത്തു. തോന്നിയിട്ടുണ്ട് ടോപ്പ് 5 അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിൽ. ഋഷി പറഞ്ഞ റീസൺ എത്ര ഉള്ളൂ, ടോപ്പ് 5 വരുന്നത് എനിക്ക് എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും പുള്ളിനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ഞാൻ ഇട്ട് കൊടുത്തു. അൻസിബ സെലക്ട് ചെയ്തത് ഋഷീനെയാണ്. അതായത് ടോപ്പ് 5 വരുന്ന ഋഷിക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് അൻസിബ പറയുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുക, പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് അത് ഏറ്റവും. സ്നേഹിക്കലൊക്കെ ഒരു ടാസ്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗബ്രിക്കായിരുന്നു ഫസ്റ്റ് കൊടുക്കണ്ടേ. അവഗണിക്കുക. നോറയ്ക്ക് മാലിട്ട് കൊടുക്കുന്നത് നമ്മുടെ അപ്സര. ഒരുപാട് മാറിയതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം നോറ വന്നതിൽ നിന്ന് ഒരുപാട് മാറി ബോൾഡായി കൊണ്ട് മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് അവളുടെ ഗെയിം പ്ലാൻ. അപ്സരയ്ക്ക് മനസ്സിലായില്ലേ? തെറിച്ചിട്ട് ഗാലക്സിയിലെത്തി, ഗാലക്സിന്റെ അവിടെ നിന്ന് അവിടെ എവിടെ എത്തി എന്നുള്ള. നോറ നമ്മുടെ അൻസിബയ്ക്കാണ് മാലിട്ട് കൊടുത്തത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കാരണം അൻസിബ ബഹിരാകാശത്ത് നിന്ന് ഗാലക്സി വരെ എത്തിയെന്നൊക്കെയാണ് നോറ പറയണ. എന്തെങ്കിലും ആവട്ടെ, എയർലൈനായിരിക്കും ഉദ്ദേശിച്ചത്. ശ്രീത് മാലിട്ട് കൊടുത്തത് നമ്മുടെ ജാസ്മിന്. എന്റെ കുറച്ച് ദിവസങ്ങളായിട്ട് നീ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിനക്ക് ശ്രീത് അത് ഗബ്രി പോയതുകൊണ്ടാ മാറ്റം, അല്ലാണ്ട് ജാസ്മിൻ മാറിയതല്ല. സായിച്ചേട്ടനൊന്ന് സോപ്പിട്ട് പതപ്പിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കണം. നന്ദന മാലിട്ട് കൊടുത്തത് സായിക്ക്. എന്നിട്ട് നന്ദന പറഞ്ഞ ഉപദേശമാണ്, നിങ്ങൾ എല്ലാരെയും സോപ്പിട്ട് പതപ്പിക്കാണ്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കപ്പടിക്കാൻ നോക്ക്. സായി, എനിക്ക് കപ്പ് വേണ്ട മകളെ, എനിക്ക് എന്റെ കണ്ണനായാ മതി, എന്റെ സായി കൃഷ്ണനായാ മതി. മാല ആർക്ക് കൊടുക്കണത് എനിക്ക് കൺഫ്യൂഷനാണ്. ജിൻഡോ ബി ലൈക്ക് എന്റെ പൊന്നിലാലായിട്ട് ഇത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും കിടിലും ഗെയിമേഴ്സ്, എല്ലാവരും കൈയടിച്ചേ. എല്ലാവരും
കൺഫ്യൂഷൻ ആയല്ലോ ലാലേട്ടൻ, ഇതിപ്പോ ആർക്ക് കൊടുക്കും ഞാൻ? കൺഫ്യൂഷനിലാണ്. എനിക്കിട്ടോളൂ, ഞാൻ പറഞ്ഞോ. ലാലേട്ടൻ എന്റെ കഴുത്തിലേക്ക് ഇട്ട മോനെ. ലാലേട്ടന്റെ കഴുത്തിലിടണ്ട, ഞാൻ എന്റെ കഴുത്തിൽ തന്നെ ഇട്ടാലോ? ഐ ശരി, എനിക്കിടണോ? അല്ല, ഞാൻ എനിക്ക് തന്നെ ഇട്ടോ. ലാലേട്ടന്റെ അമ്മി. കാരണം അർജുൻ അത്യാവശ്യം നല്ല ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജിൻഡപ്പൻ ലാസ്റ്റ് അർജുനൻ ഇട്ട് കൊടുത്തു. ജിൻഡപ്പൻ ഒരു മാല ഇട്ട് കൊടുത്താണല്ലോ, തിരിച്ചിട്ട് കൊടുക്കണ്ടേ? ഗെയിം കളിക്ക്. എന്തോ സന്തോഷം. സായി മാറിയിട്ട് കൊടുത്ത് വേറെ ആർക്കും അല്ല, നമ്മുടെ സിജോക്കാണ്. സിജോ ഒരു സർവൈവർ ആണ്, അത് പറഞ്ഞൊക്കെ പോയിന്റ് ആണ്. പക്ഷെ അതൊന്നും അല്ലല്ലോ ബിഗ് ബോസ് ഹൗസിൽ വേണ്ടത്. പക്ഷെ അതിനേക്കാൾ വളരെ വേഴ്സ് സിറ്റുവേഷൻ സർവൈവ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവൾ ആരുടെ ചോദിച്ചു ആർക്കൊക്കെ മാല കിട്ടിയില്ല. അപ്പൊ അഭിഷേകിനും ശ്രീധുവിനും കിട്ടിയില്ല. ശ്രീധു മനസ്സിലായില്ലേ, അർജുന്റെ കൂടെ നടന്ന ഒരു മാല പോലും നിനക്ക് കിട്ടിയില്ല. അതായത് ലാസ്റ്റ് ക്യാപ്റ്റൻസിയാണ് അർജുൻ. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് ലാലേട്ടൻ പറഞ്ഞു ഇത്തവണത്തെ ക്യാപ്റ്റന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ പവറും ഉണ്ടാവും പക്ഷെ ചില കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് ബിഗ് ബോസ് പറയും കണ്ടസ്റ്റൻസ്. പക്ഷെ ഒരു പവർ ഉണ്ടാവില്ല, അതെന്താണെന്ന് അല്ല നോമിനേഷനിൽ ഉൾപ്പെടുന്നല്ലേ, ഞങ്ങൾക്ക് അറിയില്ല ലാലേട്ടൻ. നിലവിലെ ക്യാപ്റ്റനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ക്യാപ്റ്റനും ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് സെലക്ട് ചെയ്ത മത്സരാർത്ഥികളും ആക്ടിവിറ്റി റൂമിലേക്ക് വരിക, ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. റെഡി, 3 പേര് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് മറ്റേ ആക്ടിവിറ്റി റൂമിലെത്തി. ലാലേട്ടൻ വന്നു. ലാലേട്ടൻ പറഞ്ഞു ക്യാപ്റ്റൻസി ടാസ്കിൽ 3 റൗണ്ടുകളാണുള്ളത്. ആദ്യത്തെ റൗണ്ട് ക്യൂസ് റൗണ്ട്. ആദ്യം ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക്. അപ്പൊ ഉത്തരം അറിയണ ഒരു ബസർ അടിക്കണമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ഇതെന്തടേ നിങ്ങൾക്കുമാകാൻ കോടീശ്വരം പരിപാടിയാ? മേരിയുടെ അച്ഛന് അവളേക്കാൾ ഇരട്ടി പ്രായമുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ക്വസ്റ്റ്യനാ. മേരിയുടെ അച്ഛന് മേരിയെക്കാളും ഇരട്ടി വയസ്സാണ്. അപ്പൊ മേരിക്ക് 20 വയസ്സാണെങ്കിൽ അച്ഛന് എത്ര വയസ്സുണ്ട്? മേരിക്ക് 20 വയസ്സുണ്ടെങ്കിൽ അവളുടെ പിതാവിന് എത്ര വയസ്സുണ്ട്? ഇത് ലാലേട്ടാ LKG സ്റ്റുഡൻസിന്റെ കണക്കാ. 40. എന്താ വരെ ഉറപ്പില്ലാത്ത ചോദിക്കല്ലേ ലാലേട്ടാ, അത് മോശല്ലേ? ഇത് എന്ത് ക്യാപ്റ്റൻസി ടാസ്ക് ആടേ? 7 സംസ്ഥാനങ്ങളും 2 രാജ്യങ്ങളുമായി. അത് കഴിഞ്ഞ് കുറച്ച് ജനറൽ നോളേജ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ചോദ്യം ജിൻഡോനോട് ചോദിച്ചതാണ്. ജോണിന്റെ കയ്യിലുള്ളതിന്റെ 4 ഇരട്ടി ആപ്പിൾ ലിസയുടെ കയ്യിലുണ്ട്. ജോണിന്റെ കയ്യിലുള്ള ആപ്പിളിന്റെ 4 ഇരട്ടിയാണ് ലിസയുടെ കയ്യിലുള്ളത്. ജോണിന്റെ കയ്യിൽ 3 ആപ്പിൾ ആണെങ്കിൽ ലിസയുടെ കയ്യിൽ എത്ര ആപ്പിൾ? 12. ചോദ്യം ശ്രദ്ധിച്ചോ? ജിൻഡോ 12. ലാലേട്ടൻ ഉറപ്പാണോ? ശ്രദ്ധിച്ചോ? അയാൾ സിജോ അല്ലേ? ലാലേട്ടൻ നീ അവനോട് കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? ലാലേട്ടൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തു ജിൻഡോ. ലാലേട്ടൻ ഇപ്പൊ പറയട്ടാ 12, 24. 24. ലാലേട്ടൻ നിങ്ങൾ ആദ്യം പറഞ്ഞു തരുന്ന ശരി ഉത്തരം ജിൻഡോ. ഐ ശരി ആളെ പറ്റി ജിൻഡോ ആദ്യം പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, 12 ആണ്. അതിൽ ഇത്ര ലാലേട്ടൻ ഇതാ ലിസയായിട്ട് എത്ര കമ്പനിയാണോ? ലിസയുടെ അത്ര കമ്പനിയാണോ? ഇതെന്ത് ശോകം ടാസ്ക് ആണ് ഇത്. ആദ്യമായി ATM സ്ഥാപിച്ച നഗരം. അടുത്ത ചോദ്യമാണ് ആദ്യമായിട്ട് ATM വെച്ച സ്ഥലം എവിടെയാണെന്ന്. കൊൽക്കത്ത. അർജുൻ പറഞ്ഞു കൊൽക്കത്ത. ജിൻഡോ ഡൽഹി ആണോ ലാലേട്ടാ? ഡൽഹിയാണ്. ഡൽഹി ആണോന്നോ? നീ ആണോന്ന് എന്നോടാണ് ചോദിക്കുന്നത്. അല്ല ഡൽഹി. സിജോ പറ മുംബൈ ലാലേട്ടാ. മുംബൈ. ഇപ്പൊ ആർക്കും പോയിന്റ് ഞാൻ തരില്ല. ഇതെന്ത് തേങ്ങയാണ് അതരച്ചിരിക്കണേ. വീഡിയോ കാണിക്കും, ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് റൗണ്ട് ഒരു വിധത്തിൽ തട്ടിമുട്ടി അങ്ങോട്ട് പോയി. എന്തൊരു പോറാടേ. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമായി ഓർക്കുക, എന്നിട്ട് ഞാൻ ചോദിക്കും. സെക്കൻഡ് റൗണ്ട് ഒരു ഫോട്ടോ കാണിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കും. അത് നോക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ശ്രദ്ധിച്ചത് നോക്കിയിട്ട് ആൻസർ പറയാൻ റെഡി ആയിരിക്കുക. കറക്റ്റാ. കുറച്ച് കോഴികൾ അധികം എണ്ണണ്ട വരും. എന്തുവാടേ ഒരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനുള്ള ടാസ്ക് ആണത്. എന്ത് ശോകമാണ്. ഇതെന്ത് തേങ്ങിയത്? അതിൽ എത്ര കോഴികൾ ഉണ്ടായിരുന്നു? അർജുൻ എത്ര പൂച്ച ഉണ്ടായിരുന്നു? ജിൻഡോ എത്ര കുറുക്കന്മാരുണ്ടായിരുന്നു അതില്? ഗ്രീൻ കളർ അടുത്തത് കന്നഡ ഇവിടുത്തെ ഇതുവരെ പറഞ്ഞില്ലല്ലോ കന്നഡ വേണമെന്ന്. കന്നഡ ഇല്ലാതെ തരില്ല. എന്ത് 3-4 ഡിഫറൻസ് ഉണ്ട്. എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് പറയൂ. നമ്മുടെ മരം നിൽക്കുന്ന ഒരെണ്ണം പൊങ്ങി നിൽക്കുന്നുണ്ട് ഇങ്ങനെ. എത്ര ഉണ്ടെന്ന് 3 പേർക്കും തെറ്റിപ്പോയി. അതിൽ 4 ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ ഗ്രീൻ കളർ ഇല്ലേ? ആയിക്കോട്ടെ, അപ്പൊ അത് പോയിന്റ് പോയി. ഓക്കെ, കിപ്പടിച്ച് കളയാ, വേറെ വഴിയില്ലടേ.
അതിന്റെ അടുത്തൊരു ഫോട്ടോ കാണിച്ചിട്ടായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോ എത്ര പടം ഉണ്ടായിരുന്നു അതില്? ജിൻഡോ 12. 12 സോറി 18 18. ഇല്ല 12 എന്ന് പറഞ്ഞു. അടുത്ത അർജുൻ ആദ്യം 12 പറയാ, പിന്നെ 18 പറയാ. അതൊന്നും പറ്റില്ല, ഫസ്റ്റ് പറഞ്ഞാണ് നമ്മൾ സേവ് ചെയ്യുള്ളൂ. 12. സിജ പറ. 14 അർജുൻ പറ 14. ഓ 16. 18 ആയിരുന്നു ശരി ഉത്തരം. ജിൻഡോ ആദ്യം 12 പറഞ്ഞോണ്ട് ലാലേട്ടൻ ചോദിച്ചു, 1/2 പോയിന്റ് മതിയോ? ഒരു മാർക്ക് ലാലേട്ടാ ഒന്ന് താ ലാലേട്ടാ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാർഡ് ഏതാണ്? അടുത്ത ചോദ്യമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാർഡ് ഏതാണ്? അർജുൻ പേ വാർഡ് അല്ല, അവാർഡ്. ഭാരം കൂടിയ പാനീയം ഏതാണ്? ഭാരം കൂടിയ പാനീയം സംഭാരം. സംഭാരം. സൂപ്പർ, അടിപൊളി. എവിടുന്ന് കിട്ടണതൊക്കെ? ജീവിതകാലം മുഴുവൻ സുന്ദരനാകാൻ എന്ത് ചെയ്യണം? സുന്ദരൻ എന്ന് പേരിടുക. സൂപ്പർ 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 സൂപ്പർ. എനിക്ക് വയ്യ. ലാലേട്ടൻ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കില്ലേ? ഗംഭീരം, അതിഗംഭീരം. ഇതിലൊരു ഫണ്ടും എല്ലാം വേണ്ടേ? സൂപ്പർ സൂപ്പർ, അടിപൊളി ക്വസ്റ്റ്യൻ. തട്ടി തട്ടി താഴെ വീഴാതെ എതിർവശത്തുള്ള. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ടാസ്ക് ആയിരുന്നു. വേറൊന്നുമല്ല, അവിടെ ഒരു ബാറ്റും ചെറിയ ബോളും ഉണ്ട്. അങ്ങനെ തട്ടി 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 ഫ്രണ്ടിലിരിക്കുന്ന ആ ഇതിൽ കൊണ്ട് ഇടുക. നോക്കിക്കോളൂ. ജിൻഡോ ഫസ്റ്റ് തട്ടുണ്ട്. തട്ടി 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 കൊണ്ടുവരും, അവിടെ എത്തുമ്പോ ജിൻഡോ തട്ടി 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 കൊണ്ടുവരും, അവിടെ എത്തുമ്പോ ജിൻഡോ പോകും. സിജോം അർജുനും ഇടുന്നുണ്ട്. അപ്പൊ സിജോ അർജുനും ഇടാൻ വരുമ്പോ ഇവരിങ്ങനെ ബാലൻസ് ചെയ്ത് വരും. അപ്പൊ ജിൻഡോ ഇത് ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ പരിശ്രമിക്കുക. ജിൻഡോന്റെ എന്ത് ചെയ്ത കേരള ഇവരാണെങ്കിൽ മാറി മാറി ജിൻഡോ ചേട്ടാ മതില് മാറ്റടോ, ഞങ്ങളുടെ ഇട്ടോ, ഞങ്ങൾക്ക് ബാലൻസ് ഇട്ടുള്ളൂടോ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് ജിൻഡോ അത് വീഴണില്ലടാ. ബസറടിച്ച് കഴിയുമ്പോ ജിൻഡോ ഇതങ്ങോട്ട് കിടക്കട്ടെ. ഏറ്റവും കൂടുതൽ ഇട്ടത് ലാലേട്ടൻ അത് ഫൗള്, അത് ഫൗള്. അല്ല ലാലേട്ടൻ, ഞാൻ 2 ഇട്ടിട്ടുള്ളൂ, ഞാൻ എന്തായാലും തോറ്റു. അത് കൂട്ടണ്ടല്ലോ, ഞാൻ 2 ഇട്ടുള്ളൂ. കിടക്കട്ടെ, വെറുതെ അല്ലേ. എന്ത് പറ്റി? ബാലൻസ് കിട്ടണ്ടായില്ല. ഷടാ ബാലൻസ് കിട്ടിയില്ലേ? അവിടെ പറയട്ടെ, ബിഗ് ബോസിന്റെ അടുത്ത് പറയാം. എത്ര രൂപ കൊടുത്ത? 100. എത്ര തിരിച്ചിട്ടാണ്ട്? 50. ഒരെണ്ണം വെറുതെ ചെയ്ത് നോക്കിയാ ഒന്ന്. ലാലേട്ടൻ പറഞ്ഞു, ഒന്നിപ്പോ ചെയ്ത് നോക്കിയേ. അടിച്ചടിച്ചടിച്ച് കൊണ്ടിട്ട് ജിൻഡോ ഇപ്പൊ ശരിയായി. എന്താ അല്ലേ, ഒരു സമാധാനം ചെയ്ത് കിട്ടിയാണ്. അങ്ങനെ പറ. ഞാൻ നേരത്തെ ലാലേട്ടൻ, ഞാൻ ഇങ്ങനെ വിറച്ച് പെടപ്പിൽ ചെയ്തിട്ടാണ് പോയത്. പതുക്കെ ചെയ്തപ്പോ ശരിയായി. നേരത്തെ പതുക്കെ ചെയ്താൽ മതിയായിരുന്നു. സിജോയാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ. ടാസ്കിലും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ സിജോ ആയി ഇത്തവണത്തെ ക്യാപ്റ്റൻ. ചോദിച്ചിട്ട് അവര് തരാത്തതിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അപ്പൊ ജിൻഡോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കണ്ണാടി ഇല്ല ലാലേട്ടൻ, എനിക്ക് വായിക്കാൻ പറ്റില്ല ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ അത് അന്വേഷിച്ചു വന്നു. അപ്പൊ ലാലേട്ടൻ പറയാണ്, ജിൻഡോന്റെ കണ്ണാടി ഉണ്ടല്ലോ ഫോട്ടോക്രോമിക് ആണ്. ജിൻഡോയുടെ കണ്ണാടി ലൈറ്റ് അടിക്കുമ്പോ ഇതാവും, ഫോട്ടോക്രോമിക് ആണ്. അതായത് ഈ സൺലൈറ്റ് അടിക്കുമ്പോ ഈ വൈറ്റ് കളറ് ബ്ലാക്ക് ആവും. അത് ഇതാവും അല്ലേ കളറ്. കുറിച്ച് ജിൻഡോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ വരുമ്പോ അത് ക്യാമറയ്ക്ക് പ്രോബ്ലം ആയിട്ട്. അപ്പൊ ലാലേട്ടൻ പറയാണ്, അപ്പൊ ആ കണ്ണാടി വെച്ച് കഴിഞ്ഞാലേ ക്യാമറയിലേക്ക് ജിൻഡോന്റെ കണ്ണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് അനുവദിക്കാത്തത്. അതൊക്കെ പോട്ടെ, ജിൻഡോന്റെ പവർ എത്രയാണ് കണ്ണാടിയുടെ? അത് അറിയില്ല എനിക്ക്. ജിൻഡോ എനിക്കറിയാൻ പാടില്ല ലാലേട്ട, ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല പവർ ആണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 0.5 എന്തോ എനിക്ക് അറിയില്ല, കറക്റ്റ് ക്ലിയർ ആയിട്ട് അറിയില്ല. ജിൻഡോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയില്ല ലാലേട്ടാ. ഇവിടെ വന്നപ്പോ കുറെ കാര്യങ്ങൾ മറന്നുപോയി. ഞാൻ ഫോൺ നമ്പർ വരെ മറന്നു. ഇനി പുറത്തിറങ്ങിയ പെൺകുച്ചിനെ ഞാൻ എങ്ങനെ വിളിക്കും? കുഞ്ഞശ്ശം ഒട്ട് വായിക്കാൻ പറ്റില്ല. മോർണിംഗ് ആക്ടിവിറ്റി അതെല്ലാം വായിക്കുന്നൊക്കെ. അപ്പൊ ലാലേട്ടൻ ചോദിക്കണേ, ജിൻഡോ കണ്ണട ഇല്ലാതെ ചിലതൊക്കെ നീ വായിക്കുന്നുണ്ട്, ചിലതൊന്നും വായിക്കുന്നില്ല, അതിലെന്തോ ഒരു ഉടായ്പല്ലേ? തപ്പി തപ്പി വായിക്കാം. പൊന്നു ലാലേട്ടി, കണ്ണ് കാണുന്നില്ല എന്ന് ആരെങ്കിലും നുണ പറയൂ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ടാസ്ക് ഗംഭീരായിരുന്നു അല്ലേ? ന്യൂസ് വായിക്കുന്നതൊക്കെ. ലാലേട്ടൻ പറഞ്ഞു, സിജോ അപ്സരസായി ന്യൂസ് ഗംഭീരമായിരുന്നു. ന്യൂസ് എന്താണ് അതിന്റെ ഫുൾ ഫോം? നോറയോട് ചോദിക്കണം, നോറ ന്യൂസിന്റെ ഫുൾ ഫോം എന്താ? എനിക്കറിയില്ല. ഇങ്ങനെ പിടിക്കായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കുട്ടിയല്ലേ? എനിക്കറിയില്ല ലാലേട്ടാ, IAS എടുക്കാൻ പോണ ആളാ, ന്യൂസിന്റെ ഫുൾ ഫോം പോലും അറിയില്ല. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇപ്പൊ ഇവിടെ പറയണ കേട്ടോ. അപ്പൊ ഋഷി എന്നിട്ട് പറഞ്ഞു, ലാലേട്ടാ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതല്ലേ? സത്യം പറയണം കേട്ടോ, വായിക്കൂ. ലാലേട്ടൻ പറഞ്ഞു, അവിടെ ഒരു ബൗൾ ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഓരോ ലോട്ട് ഇടുക, അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുക, അതാരാണെന്ന് സെലക്ട് ചെയ്ത് പറയാ, റീസൺ പറയാ. കപട സൗഹൃദം കാണിക്കുന്ന ഋഷിയാണ് ആദ്യം വന്നത്. ഋഷി എടുത്ത് പേപ്പർ എടുത്ത് വായിച്ചു നോക്കി, കപട സൗഹൃദം കാണിക്കുന്നത് ആര്? ലാലേട്ട എനിക്ക് അങ്ങനെ ഇവിടെ ആരെയും കപട സൗഹൃദമായിട്ട് തോന്നില്ല. ഇതിന് മുന്നെയാണ് ഞാൻ പറഞ്ഞേനെ. പണ്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു ലാലേട്ടൻ, എന്നാ അവരെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാടാ, അത് വേണ്ട, ആരെങ്കിലും പറയണം. എനിക്ക് ആരെയും തോന്നുന്നില്ല ലാലേട്ട. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ നീ അവിടെ പോയിരിക്കും,
ഇതൊന്നും ശരിയല്ല കേട്ടോ. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയണ്ട, അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ടാസ്ക് തന്നെ. കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. ഈ ചോദ്യത്തിന് വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ തോന്നുന്നു? വേറെ ഒന്നും പറയാണ്ടോ ജാസ്മിൻ? എനിക്ക് പറയാണ്ടില്ല ലേട്ടാ. അൻസിബ. അൻസിബയാണ്. ആ. എന്തുകൊണ്ടാണെന്നുള്ള അൻസിബേനെ കുറ്റം പറയുന്ന ജാസ്മിനെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കറണ്ട് എടുക്കാൻ പോയാ പോരെ? ബാക്കി എല്ലാരും ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടും ഋഷി ചെയ്യണം മാത്രം അനുസരിക്കത് തെറ്റായിട്ടും തോന്നിയിട്ടില്ല. ഗബ്രി ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തപ്പോഴും നീ അവനെ സപ്പോർട്ട് ചെയ്തണം, അവന്റെ തെറ്റ് നീ ചൂണ്ടിക്കാട്ടിച്ചിട്ടില്ല. ഓർമ്മ വേണോ അത്? എക്സാമ്പിൾ ഋഷിയുടെ ക്യാപ്റ്റൻസി തന്നെ എടുക്കാം. ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഋഷി എക്സാമ്പിൾ പറ. അൻസിബ മാത്രമാണ് അല്ല അടിപൊളിയാന്ന് പറഞ്ഞത്. തെറ്റുകൾ പറ്റി നമുക്ക് എന്റെ ക്യാപ്റ്റൻസി മോശമായിരുന്നു, അൻസിബ മാത്രം സൂപ്പറാന്ന് പറഞ്ഞു. എക്സാമ്പിൾ ആയില്ലേ ഋഷി? എനിക്ക് എന്തിന്റെ ആടായിരുന്നു ചോദിക്കണ്ടായിരുന്നു. സത്യസന്ധമായി നിൽക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അടുത്ത ചോദ്യമാണ്, സത്യസന്ധമായിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണ്? ഋഷി തന്നെയാണ്. ഞാൻ ഉത്തരം ഋഷി. സഹതാപം കാണിച്ച് വോട്ട് നേടി മുൻപോട്ട് പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി നോറ. സഹതാപം കാണിച്ച് വോട്ട് തരുന്ന വ്യക്തി നോറ. അൻസിബയ്ക്ക് ഒന്നും ആലോചിക്കണമെന്നില്ല. നോറ വെരി ടാലന്റഡ് ആണ്. നോറക്ക് അതിന്റെ ആവശ്യമില്ല. നോറ ഈ അൻസിത്തന്റെ പ്ലാൻ ഒക്കെ പൊളിക്കാണല്ലോ. ഗെയിം സ്ട്രാറ്റജിയോട് കൂടി മുൻപോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ജിജോക്ക് കിട്ടിയത് ഗെയിം സ്ട്രാറ്റജി. അത് കൊടുത്തതാർക്കാന്നറിയോ? നമ്മുടെ സായിക്ക്. സായിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സായി ഇവിടെ എല്ലാവരും സായി എനിക്ക് ഗെയിം കളിക്കണ്ട, എനിക്ക് കണ്ണനായാ മതി, എനിക്ക് സായി ആയാ മതി, എനിക്ക് കപ്പ് വേണ്ട. വളച്ചൊടിക്കുന്നതിൽ മിടുക്ക് ജിൻഡോ ചേട്ടൻ. കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതിലുള്ള മിടുക്ക് ജിൻഡോ ആണ് അത്രേ. എന്തായാലും അവിടെ എല്ലാവരും തന്നെയാ പരിപാടി. ഇരട്ടത്താപ്പ് കാണിക്കുന്ന വ്യക്തി. ഇരട്ടത്താപ്പ് കാണിക്കുന്ന വ്യക്തി ആര്? നോറയാണ്. അൻസിബനെ പറയും. നോക്കിക്കോ. അൻസിത. പറഞ്ഞു. ഗെയിമിൽ നിങ്ങൾക്ക് ഭീഷണിയായി തോന്നുന്ന വ്യക്തി. ജിൻഡോ ചേട്ടൻ. നന്ദനക്ക് കിട്ടിയത് ഗെയിം ഭീഷണിയായി തോന്നുന്ന വ്യക്തി ആര്? ജിൻഡോക്ക് കൊടുത്തു. ജിൻഡോ എനിക്ക് സിജ എല്ലാം ചതിച്ച പോലെ തോന്നിയിട്ടുണ്ട്. ശ്രീധുവിന് കിട്ടിയത് നിങ്ങളെ ചതിച്ച വ്യക്തി ആര്? ശ്രീധു. ഈ സിജു ആണ് എന്നെ ക്യൂട്ട്നെസ് കലായിച്ചിട്ട് എനിക്ക് ആപ്പ് വെച്ച്. ഇന്നലത്തെ ഒരു ജയിൽ നോമിനേഷൻ എനിക്ക് വെച്ചു ആപ്പ്. എവിടെ ആപ്പ് വെച്ച? അപ്പൊ അതൊരു ചതിയായിട്ട് ഞാൻ എടുക്കുന്നു. ഇവിടെ വിശ്വാസം ഇല്ലാത്ത വ്യക്തി. നമ്മുടെ അർജുന് കിട്ടിയതാണ് വിശ്വാസമില്ലാത്ത വ്യക്തി. അൻസിബ. ഞാൻ അൻസിബെ പറയും. എന്താ അല്ലെ, അടയും ചക്കരയായിട്ട് ഇരുന്നതാ, ഇപ്പൊ അടിച്ച് പിരിഞ്ഞ് കീരിയും പാമ്പ് പോയി. ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് സായി എടുത്തത് ഈ ബിഗ് ബോസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. സായി കൊടുത്തത് ജാസ്മിൻ. കേസൊക്കെ വരുമ്പോഴും ജാസ്മിന്റെ പേരാണ് പറയാറ്. ജാസ്മിൻ എടുത്തു മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്നത് ആര്? ജിൻഡോ ബ്രോ. നിങ്ങളുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന ഒരാൾ ജാസ്മിൻ. ജിൻഡോ ചേട്ടൻ മേ ബി അത് എൻജോയ് ചെയ്തേക്കാം, പക്ഷെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന എന്നിട്ട് ജാസ്മിൻ ജിൻഡോനെ കുറെ കുറ്റം പറയാം. അപ്പൊ ജിൻഡോ ഒരാള് കണ്ടോ ഈ ഒരു വ്യക്തി ഇപ്പൊ കാണിച്ച ആക്ഷൻ തന്നെ. ജാസ്മിൻ ഒരു തവണ പറഞ്ഞു, ലാലേട്ടൻ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഇല്ല രോമ ഇല്ല ഇങ്ങനെ ഊതിക്കളഞ്ഞെ. ഇപ്പൊ ഈ ജാസ്മിൻ 2 തവണ പറഞ്ഞു, ലാലേട്ടൻ കേട്ടില്ല. ഇതില് പ്രവർത്തികളുള്ള ഒരു വ്യക്തിയായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇപ്പം സ്റ്റിൽ ഇപ്പൊ ലാലേട്ടൻ എനിക്ക് തന്നെ കാണിച്ച ജാസ്മിൻ 3ാമത്തെ തവണ പറഞ്ഞപ്പോഴാ ലാലേട്ടൻ അവിടെ നിന്ന് ചെവിയിലേക്ക് ഇത് പറഞ്ഞത്. ജിൻഡോനോട് ചോദിക്കി, ലാലേട്ടാ അതൊരു ടാസ്ക് അല്ലേ? അപ്പൊ അതിൽ അങ്ങനെയാണോ കാണിക്കുന്നത്? ലാലേട്ടൻ ജിൻഡോ എന്താ അങ്ങനെ പറഞ്ഞേ? മോശമല്ലേ? എനിക്കോ? എന്റെ അടുത്തല്ലല്ലോ. മോശമാണോ ലാലേട്ടാ? ഐ എം സോറി. എന്നോട് സോറി ആണ് എന്തിനാ? അവളോട് പറ. ജാസ്മിൻ ഐ എം റിയലി സോറി. അതെങ്ങനെ ബാക്കി എല്ലാവരും ഞാൻ പറഞ്ഞ എന്താ ഫിനാലെ വരെ എത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി? അതിപ്പോ ജിൻഡോനെ കൊണ്ട് എടുത്തു. ഫൈനലിൽ എത്താത്ത വ്യക്തി ആര്? ജിൻഡോ ജാസ്മിന് കൊടുത്തു. പറഞ്ഞപ്പോ ജാസ്മിൻ നിങ്ങൾ കാണിച്ച ഒരു ആക്ഷൻ കാണിച്ചിരുന്നത് നിങ്ങൾ എന്റെ പൊന്നിൽ ലാലേട്ട അയാളെ കൊണ്ട് ഓൾറെഡി ഒരു സോറി പറയിപ്പിച്ചതല്ലേ, പിന്നെയും അയാളോട് അത് തന്നെ പറയിപ്പിക്കേണ്ട ആവശ്യം എന്ത്? സ്ഥാനത്തിലായിരിക്കാം, ചിലപ്പോ ഒരു ഗെയിമിലായിരിക്കാം. ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞതൊക്കെ കേട്ടില്ല, എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്ടെങ്കിൽ എനിക്കൊന്ന് പറയാം. ലാലേട്ടാ, ഞാൻ ഈ വീട്ടിൽ വന്നത് എന്റെ ഓറന്റിക്കുണ്ട് അൻസിബേനോടുള്ള ഉത്തരമായിരിക്കും. മതി, അല്ലാതെ സഹതാപത്തിന്റെ തരംഗങ്ങൾ പറയാനാണെങ്കിൽ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ അൻസിബേനോട് തന്നെ. എനിക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ആളടുത്ത് ഞാൻ എപ്പോഴും ആ ഫ്രണ്ട് അൻസിബൻ എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഫേക്ക് ഫ്രണ്ട് അല്ല, ഞാൻ ഋഷിക്ക് ഒരു കാര്യം ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷെ കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അൻസിബ. പിന്നെ അൻസിബ് പറഞ്ഞു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, എനിക്ക് ഇവിടെ അധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബ് ഇരുന്നു. നടക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഭാഗമാണ് ഫേക്ക് ഫ്രണ്ട്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ലാലേട്ടൻ എനിക്ക് പറയാനുണ്ട്. അപ്പോഴേക്കും ലാലേട്ടന് ചെവിയിൽ നിർദ്ദേശം വന്നു. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നിങ്ങൾ അവനോട് ചോദിക്കി, അവൻ നേരത്തെ ഉത്തരം പറഞ്ഞ ലാലേട്ടൻ നിനക്കാണോ ഫേക്ക് ഫ്രണ്ട്സിന്റെ സാധനം കിട്ടിയേ? ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ എന്താ പറഞ്ഞത് ഋഷി? എനിക്ക് കിട്ടിയേ? അയ്യോ എനിക്ക് കിട്ടിയേ. നീ എവിടെ ഇരിക്കും, നീ പറയണമെന്ന് എനിക്ക് കേൾക്കണ്ട. വേറൊരാൾ പറഞ്ഞാൽ തൂങ്ങണ്ട, ഇരിക്കാം. ഋഷി അയ്യോ കൈ കാണിക്കണോ? എന്താണ് ലാലേട്ടൻ ജിൻഡോനോടും ജാസ്മിനോടും ഇന്നത്തെ എപ്പിസോഡിലുള്ള പെരുമാറ്റം?
കറക്റ്റ് അല്ലേ? ജാസ്മിൻ എന്നെ കുറിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ മോശം ഗെയിമാണ് കളിക്കുന്നത്. ജിൻഡോ പറ ജിൻഡോ. അത്രയും ചീത്തയും തെറി മൊത്തം ഞാൻ ആ ജയിലിന്റെ മുമ്പിൽ നിന്ന് കേട്ടതാണ്. എന്റെ പൊന്നിലാലട്ടാ, എന്നെ അന്ന് പിടിച്ച് പുറത്താക്കണം നേരത്ത് ഞാൻ പോയി വന്ന ശേഷം ഇവിടെ ഒരു മോശം വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മോശം പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ മാത്രമേ ഞാൻ വർത്താനം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ജാസ്മിൻ ജയിലിൽ കിടന്ന് തന്നെ എന്തോരം തെറി വിളിച്ചെന്ന് ലാലേട്ടനെ അറിയോ? എന്നിട്ട് ജാസ്മിൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചതാണ്. അത് മോശമായി പോയതിന് സോറി ലാലേട്ടൻ. ദൈവമേ, ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലല്ലോ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. ഒരു ചെറിയ ബ്രേക്ക്. ചെവിയിൽ പറഞ്ഞാടാ, ഇവനൊന്നും പറയണില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതിലധികം പേരോട് വിട പറയാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് വിക്ഷനായിരുന്നു. 4 പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. ജാസ്മിൻ, അഭിഷേക്, ഋഷി, അപ്സര ഇവരെ 4 പേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിച്ച്. ബൈ ഗൈസ്. എന്റെ പൊന്നപ്സരെ, ഒടുക്കത്തെ പയ്യായി പോയത്. ഞാൻ പോവൂല. പോണ്ട, ഇറക്കി വിട്ടോളൂ. കളത്തിൽ കയറി നിൽക്കുക. ബിഗ് ബോസ് പറഞ്ഞു, ജാസ്മിൻ കളത്തിൽ കയറി നിൽക്കൂ, ആ കാർഡ് വായിക്കൂ. കാർഡ് വായിച്ചപ്പോ അടുത്ത ആളോട് അടുത്ത കളത്തിൽ കയറി നിൽക്കാൻ പറഞ്ഞു. അടുത്ത ആൾ അടുത്ത കളത്തിൽ കയറി നിൽക്കുന്നു, അയാൾ കാർഡ് വായിക്കുന്നു. അടുത്ത ആളോട് പറയുന്നു, ഇങ്ങനെ ഋഷിക്ക് കിട്ടിയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ വിളിച്ചിട്ട് വരാം. ജിൻഡോ, ഈശ്വര ഞാൻ തീർന്നു നമ്പറിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അപ്സര 5ാം നമ്പറിൽ കയറൂ. ജാസ്മിൻ 12ാം നമ്പർ കളത്തിലേക്ക് നീങ്ങുക. ജാസ്മിൻ 12ാം നമ്പറിൽ കയറൂ. ജിൻഡോ 16-ാം നമ്പർ കളത്തിലേക്ക് നീങ്ങുക. ജിൻഡോ 16 കയറൂ. 13-ാം നമ്പർ കളത്തിലേക്ക് നീങ്ങുക. അപ്സര 13 കയറൂ. അഭിഷേക് 14 കയറൂ. അഭിഷേക് 15ാം നമ്പർ കളത്തിലേക്കും ജാസ്മിൻ 14ാം നമ്പർ കളത്തിൽ. അഭിഷേക് 15 കയറൂ. ജാസ്മിൻ 14 കയറൂ. അഭിഷേകും അപ്സരയും പരസ്പരം കളങ്ങൾ സ്വിച്ച് ചെയ്യുക. അഭിഷേകും അപ്സരയും പരസ്പരം കളം മാറൂ. റെഡ് എനിക്ക് വേണ്ട ഇത്. എന്തിന്? എന്റെ പൊന്നപ്സരെ, നീ ക്യൂട്ട്നെസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല, സേവ് ആവില്ല. 3 അപ്സര ഫുൾ ഓൺ കോൺഫിഡൻസിലാണ് ഞാൻ പോവില്ല എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നത്. അവരുടെയൊക്കെ വിചാരത്തിൽ അഭിഷേക് പോകുന്നതായിരുന്നു. പക്ഷെ ഫ്രണ്ടിൽ കയറി നിന്ന് കാർഡ് എടുത്ത് വായിച്ച അപ്സര ഞെട്ടി. അങ്ങനെ അപ്സര ഔട്ടായി. അപ്സര പോയോ? അടുത്ത നോമിനേഷനിൽ വന്ന് നമ്മളും പോവിലൂടെ. കരയുന്നു, എല്ലാവരും കരയുന്നു. സങ്കടം 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 മൊത്തം. അപ്സരബിലേക്ക് നല്ലതാ മിൽമ, നല്ലതാ. ഒരാള് ചങ്ക് പെടുത്തി ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ ഈ പ്രൊമോഷൻ കുത്തിക്കെത്തുന്നത് വളരെ നല്ലതാ. അല്ല പറ്റി എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറ്റടായി വിശ്വസിച്ചാ പറ്റും. ആ പാളിച്ച എന്താണെന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അറിഞ്ഞിട്ട് എന്തിനാ ഔട്ടായി? എടാ എനിക്ക് പോണ്ടാ, ഇവിടുന്ന് പോവാൻ തോന്നല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞു ആൽബിച്ചാനും മിസ് ചെയ്യണം, എനിക്ക് അങ്ങോട്ട് അവരെ കാണാൻ പോണെന്ന്. അതുകൊണ്ട് എല്ലാരും വോട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടെ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, നാളെ ഒരു സാധനം വന്നാൽ ഇല്ലാന്ന് ചിന്തിക്കാൻ പറ്റുള്ളാന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച. ജിൻഡോ പറയാ, എനിക്ക് ഇതിന്നൊരു കാര്യം മനസ്സിലായി. ടാസ്ക് അല്ല ബിഗ് ബോസ് സൈറൻ അടിച്ച്. ജിൻഡോ ബിലൈക്ക് ഈ ബിഗ് ബോസ് സമ്മതിക്കൂല. അതിന്റെ ഉൾട്ടടിക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇപ്പറന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. അതുകൊണ്ട് ജിൻഡോ പറയാണ്, ഇവിടെ പറയുന്നത് അപ്പുറത്ത് മാറ്റി പറയരുത്, ഇത് പുറത്തേക്ക് പോണ സാധനമാണ്. അപ്പൊ ജാസ്മിൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ ഫസ്റ്റ് ഔട്ട് ആവണ്ടേ? അപ്പൊ നിങ്ങൾ അവിടെ ഇവിടെ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു. നിങ്ങൾ ഉൾട്ട പറയാറില്ലേ ജിൻഡോ? ഞാനപ്പോ ഉൾട്ട പറഞ്ഞു, ഞാൻ പറയാറില്ല. ഒരിക്കലും ഉൾട്ടടിച്ചിട്ടില്ല, ഒരിക്കലും ഒരാളുടെ ഉൾട്ടടിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസ് ആണ് ഇതൊക്കെ ഇറക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം. എപ്പിസോഡ് 78 നാളെ കാണാം. അതുവരെ